നമസ്കാരം, ഞാൻ ഡോക്ടർ മെവിൻ, എറണാകുളം ലോർദ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി നമ്മുടെ കൂടെ ഉള്ളത് ലോർദ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ അനിയോളജിസ്റ്റ് ഡോക്ടർ അർഷനാണ്. വെൽക്കം ഡോക്ടർ. നമസ്കാരം. താങ്ക് യു മെവിൻ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് ഡോക്ടർ? ബ്രസ്റ്റ് ഫീഡിങ്ങിന് അഡ്വാൻറ്റേജസ് മാത്രമാണ് ഉള്ളത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും അവർക്ക് ആവശ്യകതമുള്ള എല്ലാ പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, ന്യൂട്രിയൻസ് എല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടും. അതൊരു കംപ്ലീറ്റ് ഫുഡാണ്. കുഞ്ഞിന് വേണ്ടിയുള്ള ബുദ്ധി വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റിക്കും വേണ്ടിയെല്ലാം ഉള്ളത് ബ്രസ്റ്റ് മിൽക്കിൽ കിട്ടും. നമ്മുടെ ഭാവി ജീവിതത്തിലുള്ള ഷുഗറും പ്രഷറും എല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുറേ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അത് വളരെ കുറവായിട്ട് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് വരിക. ജനിച്ച് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കണം ഡോക്ടർ? ഏറ്റവും വേഗത്തിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇൻ കേസ് നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് വിത്തിൻ ഹാഫ് ആൻ അവർ ടു 1 മണിക്കൂർ വരുന്നുള്ളിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കാൻ. എനിക്ക് സിസേറിയൻ നമുക്ക് സ്പൈനൽ GA സിസേറിയൻ അങ്ങനെ ഉണ്ടെങ്കിൽ റിക്കവറി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ശ്രമിക്കണം. അത് ഏറ്റവും ഉള്ളത് എത്രയും പെട്ടെന്ന് സക്കിയിപ്പിച്ചാൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. ആദ്യത്തെ പാലാണ് കൊളസ്ട്രോൾ വരുന്നത്. അത് വളരെ തിക്കും കട്ടിയും മഞ്ഞ നിറത്തിലുള്ള പാലാണ്. ആ പാലിലാണ് ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡി, കുഞ്ഞിന് വേണ്ടിയുള്ള പ്രതിരോധ ശക്തിക്കും ഉള്ളതെല്ലാം ആ പാലിൽ നിന്ന് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യിപ്പിച്ചാൽ ലാക്ടേഷൻ എസ്റ്റാബ്ലിഷ്ഡിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ പറ്റുന്നത്? ഏറ്റവും നല്ലത് ഇരുന്നുള്ള പൊസിഷനിലാണ്. അത് മദർ കംഫർട്ടബിളായിട്ട് ഇരിക്കണം. ഒരു ചെയറിൽ കംഫർട്ടബിളായിട്ട് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കംഫർട്ടബിളായിട്ട് ഇരിക്കുക. പിന്നെ കുഞ്ഞിനെ പൊസിഷനും കറക്റ്റ് ആകുമ്പോഴത്തേക്കും പകുതി പ്രശ്നങ്ങളും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒഴിവാകും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് സിറ്റിംഗ് പൊസിഷനിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ തല കൈ മടക്കിൻ്റെ അവിടെയും ബോഡി നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പൊസിഷൻ കറക്റ്റാകണം. അറ്റാച്ച്മെൻറ്റും കറക്റ്റായാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം, ലാക്ടേഷൻ പ്രശ്നം ഒഴിവാകും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് കറക്റ്റാകുമെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ മദറിൻ്റെ നിപ്പിളും ഏരിയയോളം കറുപ്പ് ചുറ്റിനുള്ള ഏരിയയിലും കുഞ്ഞിൻ്റെ വായിൽ ഫുള്ളായിട്ട് ഇരിക്കണം. കുഞ്ഞിൻ്റെ വായ് നന്നായി തുറന്നിരിക്കണം. താഴെ ചുണ്ട് കുറച്ച് മലർന്നിരിക്കണം. അതിൻ്റെ കുഞ്ഞിൻ്റെ താടിയും അമ്മേൻ്റെ ബ്രസ്റ്റിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം. കുഞ്ഞിൻ്റെ വയറും അമ്മേൻ്റെ വയറും ക്ലോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ പൊസിഷൻ കറക്റ്റാകും. ഈ പൊസിഷൻ കറക്റ്റാകുമ്പോൾ തന്നെ നമ്മുടെ ലാക്ടേഷനും ബ്രസ്റ്റ് ഫീഡിങ്ങിനും അമ്മയ്ക്കും കുഞ്ഞിനും കംഫർട്ടബിളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. കഴിയുന്നതും ഇരുന്ന് തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. കിടന്ന് ഫീഡ് ചെയ്താലും നമുക്ക് പലതരം ഇൻഫെക്ഷൻസും ആസ്പിറേഷനും ചെവിയിൽ ഇൻഫെക്ഷനും ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും ഇരുന്ന് തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കണം. ഡോക്ടർ, പിന്നെ സാധാരണയായി പിന്നെ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞിന് പാല് തികയുന്നുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അഡിക്വേറ്റ് പാല് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഫീഡിങ് ഒരു കണ്ടിന്യൂസ് ഫീഡ് ഒരു 15-20 മിനിറ്റ് ബേബീനെ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കണം. അത് ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ സൈക്കിളും. ആദ്യത്തെ പാല് 4 മിൽക്കും അവസാനത്തെ പാലാണ് ഹൈൻ മിൽക്കും കിട്ടുക. 4 മിൽക്കിൽ കുഞ്ഞിൻ്റെ ദാഹം കിടും. അതിലുള്ളത് ലാക്ടോസും ഷുഗറും ഫാറ്റും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഹൈൻ മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത്. അപ്പോൾ 20 മിനിറ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ സക്ക് ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞ് കുഞ്ഞ് ഒരു 2 to 3 hours കണ്ടിന്യൂസ്ലി സ്ലീപ്പ് ചെയ്യും. സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 6-8 പ്രാവശ്യം യൂറിനും പാസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 15 മുതൽ 30 ഗ്രാം കാരണം വെയിറ്റ് ഡെയിലി കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ട് പാല് കിട്ടുന്നുണ്ടെന്നാണ്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കൂട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ? ഇത് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് സക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ലാക്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സക്ക് ചെയ്താൽ മാത്രമേ കുഞ്ഞിന് അമ്മയ്ക്ക് പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ സക്ക് ചെയ്ത് അമ്മേൻ്റെ റിഫ്ലക്സ് കിട്ടുന്നതനുസരിച്ച് ഹോർമോണൽ ചേഞ്ച് അനുസരിച്ച് പാല് കിട്ടും. പിന്നെ പാല് ഫീഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ ഒരു 1-3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട്. അതിന് മുലപ്പാൽ കിട്ടുന്ന ഫുഡുകൾ, മുലപ്പാൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ, പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കഴിക്കാം. പിന്നെ കാലറി ഉള്ളതും അയൺ റിച്ചും കാൽഷ്യം റിച്ച് ആയുള്ള ഫുഡുകൾ കഴിക്കാം. അതിൽ നമ്മൾ പയർവർഗ്ഗങ്ങളും സോയാബീനും പിന്നെ പാല്, മുട്ട എന്നിവ ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാല് അമ്മയ്ക്ക് കിട്ടും. ഇൻ കേസ് അതെല്ലാം കഴിച്ച് അഡിക്വേറ്റ് 5 ദിവസം കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാലില്ലെങ്കിൽ മാത്രം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് അതിനാവശ്യകതയുള്ള മെഡിസിൻസ് കഴിക്കും. വർക്കിംഗ് വുമൻസിന് ചിലപ്പോൾ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ സമയത്ത് നമുക്ക് മുലപ്പാൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ല പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്തും ബ്രസ്റ്റ് മിൽക്ക് വെക്കാവുന്നതാണ്.
എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാനുവലി നന്നായിട്ട് അമ്മ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ബ്രസ്റ്റും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മാനുവലി കൈകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ബ്രസ്റ്റ് പമ്പുകൾ അവൈലബിൾ ആണ്. മാനുവൽ ആൻഡ് ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പ് അവൈലബിൾ ആണ്. അത് പമ്പ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റീൽ ഡപ്പയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അത് നല്ല ക്ലീൻ ചെയ്ത സ്റ്റീൽ ഡപ്പയിൽ നമുക്ക് പാല് റൂം ടെമ്പറേച്ചറിൽ ഒരു 4 to 6 hours വരെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫ്രീസറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും മുലപ്പാല്. വൺസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് കുറച്ചെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മുടെ കൈവെളി പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയ ശേഷം കുഞ്ഞിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ മാത്രം ഇറക്കി വെച്ച് തണുപ്പ് മാറ്റിയിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അത് പിന്നെ ഫ്രീസറിൽ കയറ്റി വെക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, അമ്മമാർക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? യൂഷ്വലി നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നുമില്ല ബ്രസ്റ്റ് ഫീഡിങ്ങിന്. ചില ആകെ വളരെ കുറവ് മരുന്നുകൾ മാത്രം നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉള്ളൂ. അപ്പോൾ യൂഷ്വലി നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെറിയ പനി ചുമ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അമ്മ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്ത് കുഞ്ഞിനെ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. കേസ് അമ്മയ്ക്ക് ഒട്ടും വയ്യ, വളരെയധികം ക്ഷീണിതമാണ്, ഒട്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാവുന്നതാണ്. അമ്മ ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്സോ ഡോളോ പാരസിറ്റമോളോ അങ്ങനത്തെ മരുന്ന് എടുക്കുമ്പോഴും നമുക്ക് ഒരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല. വാവനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഫീഡിങ് ചെയ്യുന്ന 90% മെഡിസിൻസും യൂഷ്വലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഉള്ളി 3-4% മാത്രമേ മരുന്നുകൾ മാത്രമേ ബ്രസ്റ്റ് മിൽക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ഫീഡിന് ശേഷം ഒരു 2-3 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ആ സമയങ്ങളിൽ മെഡിസിൻസ് എടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഡോക്ടർ അർഷിന് നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.